കെ.വി. തോമസ് എന്ന മുൻ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കോൺഗ്രസിനെ ചതിച്ചുകൊണ്ടാണ് CPIM-ലേക്ക് എത്തിയത്. കോൺഗ്രസിൽ നിന്ന് വെള്ളവും വളവും ഊറ്റിയെടുത്ത് കോൺഗ്രസ് നേതൃത്വത്തെ മുഴുവൻ പാര വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രായമായപ്പോൾ ഇനി ഒന്നും കിട്ടില്ല, ആനുകൂല്യമൊന്നും കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം CPIM-ലേക്ക് എത്തിയത്. CPIM മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിലും ഇടതുപക്ഷ സഹയാത്രികരായി ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ അവിടെ ഒരു ക്യാബിനറ്റ് പോസ്റ്റോടുകൂടി കേരള സർക്കാർ ഇരുത്തിയിരിക്കുകയാണ്. പ്രതിമാസം കിട്ടുന്ന തുക കണ്ടാൽ ഞെട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കെ.വി. തോമസിനെ പോലൊരു വ്യക്തി എന്തിനാണ് 30 ലക്ഷം രൂപ കയ്യിൽ ഓരോ മാസം വാങ്ങിക്കുന്നത് എന്ന ചോദ്യമാണ് ജി സുധാകരൻ ചോദിച്ചത്. എന്തിനാണ്, പുഴുങ്ങി തിന്നാനാണോ എന്ന് ചോദിച്ചു. കൃത്യമായി കെ.വി. തോമസിൻ്റെ ആർത്തിയെ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലാണ് ജി സുധാകരൻ പറഞ്ഞത്. തനിക്ക് MLA ആയിരുന്നപ്പോൾ കിട്ടുന്ന പെൻഷനിൽ നിന്ന് പാർട്ടിയുടെ ലെവിയായ 9,000 രൂപ അടച്ചതിന് ശേഷം ബാക്കി കിട്ടുന്ന തുകയാണ് തൻ്റെ വീട്ടുചെലവിനും മറ്റും ഉപയോഗിക്കുന്നത് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. തൻ്റെ ഭാര്യ കോളേജ് പ്രൊഫസർ ആയതുകൊണ്ട് തന്നെ അവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ജി സുധാകരൻ പറഞ്ഞു. എന്നാൽ കെ.വി. തോമസിന് കൃത്യമായും ഏതെല്ലാം വഴിയിലൂടെയാണ് പെൻഷൻ കിട്ടുന്നത്, MLA പെൻഷൻ, MP പെൻഷൻ, കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴിതാ കേരള സർക്കാരിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ശമ്പളം, ഇതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന വലിയ ചോദ്യം അവിടെ കൃത്യമായി അദ്ദേഹത്തിനെതിരെ ജി സുധാകരൻ ഒളിയമ്പ് പോലെ തൊടുത്തിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പല സഖാക്കളും ഇതിനകത്തുണ്ട്. അവർക്കൊന്നും കൃത്യമായി എന്തൊക്കെ രീതിയിലുള്ള ക്ഷേമം കൊടുക്കുന്നു എന്നുള്ളത് പാർട്ടി പറയുന്നില്ല. മാത്രമല്ല, ഇവിടെ സാധാരണക്കാരായ ആശാ വർക്കർമാർ അവരുടെ ശമ്പളവും ഓണറ്റേറിയവും ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി സമരം ചെയ്യുന്നത് ഒരു മാസത്തിലോട് അടുക്കുകയാണ്. ഇതിനിടയിൽ ജി സുധാകരൻ പൊട്ടിച്ച വെടി വാസ്തവത്തിൽ AKG സെന്ററിൽ കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചില്ലുകൾ തകർക്കുന്ന രീതിയിലുള്ള ഒരു ശക്തമായ ഒച്ചപ്പാടാണ് ജി സുധാകരൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആലങ്കാരികമായി തന്നെ പറയാം. ഏതായാലും കെ.വി. തോമസ് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് തനിക്ക് 30 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തെളിയിച്ചാൽ 25 ലക്ഷം രൂപ ജി സുധാകരന് നൽകാമെന്നാണ്. അപ്പോഴും അവിടെ കൃത്യമായൊരു ഡീൽ പരസ്യപ്പെടുത്താനാണ് കെ.വി. തോമസ് തയ്യാറെടുക്കുന്നത് എന്നതല്ലേ വാസ്തവം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പുച്ഛത്തോടുകൂടി കെ.വി. തോമസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആർത്തിക്കൊരു പര്യായമുണ്ടെങ്കിൽ അത് കെ.വി. തോമസ് ആണ് എന്ന് ഉറക്കെ അവരെല്ലാം പറയുന്നുമുണ്ട്. അതിന് കാരണം അദ്ദേഹം കോൺഗ്രസിലായിരുന്നപ്പോൾ ഹൈബി ഈഡനെ സ്ഥാനാർത്ഥിയാക്കി എറണാകുളത്ത് ലോക്സഭയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് തനിക്ക് എന്താണ് അയോഗ്യത എന്ന രീതിയിലൊക്കെ കെ.വി. തോമസ് പറഞ്ഞുകൊണ്ടേയിരുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് CPIM സ്ഥാനാർത്ഥിയായി സിന്ധു ജോയിയോട് കഷ്ടിച്ച് 10,000 വോട്ടിനാണ് ജയിച്ചു കയറിയത്. വാസ്തവത്തിൽ കെ.വി. തോമസ് എന്ന വ്യക്തിക്ക് ജനപ്രാതിനിധ്യം കുറഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയത് ആ കാലഘട്ടം മുതൽ തന്നെയായിരുന്നു. ഏതായാലും കെ.വി. തോമസിൻ്റെ കാര്യം വലിയ തോതിൽ പാർട്ടി സഹാക്കൾ, അതായത് CPIM-ലെ മുതിർന്ന നേതാക്കൾക്ക് വരെ അമർഷവും കൃത്യമായ വിദ്വേഷവുമാണ് ഉള്ളത്. കെ.വി. തോമസിനെ പോലെ, സരിനെ പോലെ കൃത്യമായ കുലംകുത്തികളെ എത്രത്തോളം അടുപ്പിക്കാമോ അത്രത്തോളം അടുപ്പിക്കുന്ന CPIM-ൻ്റെ ഗതികേടിനെ ജി സുധാകരൻ വിമർശിക്കുകയാണ്.